കരളിൻ്റെ ആരോഗ്യത്തിന് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിൽ നമ്പർ 1 എന്ന് പറയുന്നത് കട്ടൻ കാപ്പിയാണ്. അപ്പം ബ്ലാക്ക് കോഫി, പഞ്ചസാര ഇടരുത്, പാലിടരുത്. അത് പ്യുവർ ബ്ലാക്ക് കോഫി. ഏത് കമ്പനി ആയിരിക്കും ഒരു കുഴപ്പമില്ല. ആൾക്കാരെപ്പോഴും ചോദിക്കുന്നത് ഏത് കമ്പനി കഴിക്കണം എന്നൊക്കെ. ഏത് കമ്പനി, എനി ബ്രാൻഡ് കുഴപ്പമില്ല. ഞാൻ കഴിക്കുന്നത് ഇന്ത്യൻ കോഫി ഹൗസ് ആണ് കേട്ടോ. എനിക്കിഷ്ടമാണ് അവരുടെ ടേസ്റ്റ്. ഇന്ത്യൻ കോഫി ഹൗസ് ആണ് നമ്മുടെ ഫേവററ്റ്. അപ്പോൾ ഏത് ബ്രാൻഡ് ആയിക്കോട്ടെ, കട്ടൻ കാപ്പി പഞ്ചസാര ഇല്ലാതെ മിനിമം 3 കപ്പ്. ഇപ്പം നമ്മൾ ഒരു കപ്പ് എന്ന് പറയുമ്പോൾ 150 ml ആണ്. അപ്പോൾ മിനിമം 150 ml 3 കപ്പ് ഡെയിലി കട്ടൻ കാപ്പി കുടിക്കുന്ന വ്യക്തികളിൽ ഫാറ്റി ലിവറിൻ്റെ റിസ്ക് കുറയും. ഫാറ്റി ലിവർ ഉള്ളവരിൽ ഫാറ്റ് കുറയും, അതായത് ലിവറിനകത്തുള്ള ഫാറ്റ് കുറയും. ഫാറ്റ് മൂലമുള്ള കൊഴുപ്പ് മൂലമുള്ള നീർക്കെട്ട് കുറയും. സിറോസിസിൻ്റെ റിസ്ക് കുറയുന്നതായിട്ടുള്ള ഇഷ്ടംപോലെ പഠനങ്ങളുണ്ട്. അത് മാത്രമല്ല ലിവർ ക്യാൻസറിൻ്റെ റിസ്ക് വരെ കുറയ്ക്കുമെന്നാണ് പറയുന്നത് പഠനങ്ങൾ കട്ടൻ കാപ്പി ഡെയിലി കഴിക്കുന്ന ആൾക്കാരിൽ. അതും ഡയബറ്റീസും അമിതവണ്ണം ഉള്ളവരിലൊക്കെ കട്ടൻ കാപ്പിയിലോട്ട് മാറണമെന്ന് പറയുന്നത്, ചായയെന്ന്. എനിക്ക് കോഫി കമ്പനിയിലോ കോഫി സ്റ്റോക്സോ ഒന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് ഇത് പറയുന്നത് എനിക്ക് പൈസ ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ കാപ്പി പക്ഷേ നല്ലതാണ്. 2 ഫിസിക്കൽ ആക്ടിവിറ്റി. അത് പലരും പറയാത്തൊരു കാര്യമാണ്. സിമ്പിളാണ്. നമ്മൾ എല്ലാ ആഴ്ചയും 150 മിനിറ്റ്, ഇത് സയൻറ്റിഫിക്കലി പ്രൂവൺ ആണ്, 150 മിനിറ്റ് എക്സസൈസ് ചെയ്യുക. എക്സസൈസ് എന്ന് പറയുമ്പോൾ മോഡറേറ്റ് അല്ലെ വിഗറസ് എക്സസൈസ് എന്ന് പറയും. മോഡറേറ്റ് എക്സസൈസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഒന്നെങ്കിൽ സൈക്ലിംഗ് ചെയ്യണം, അല്ലെങ്കിൽ സ്വിമ്മിങ് ചെയ്യണം. വിഗറസ് എക്സസൈസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ റണ്ണിങ്ങും ഈ ഹൈ ഇൻറ്റൻസിറ്റി ജിം ട്രെയിനിങ് അങ്ങനത്തെയൊക്കെയാണ്. പക്ഷേ ഒരു മോഡറേറ്റ് എക്സസൈസ്, ഇപ്പോൾ എല്ലാ ദിവസവും നമ്മൾ സൈക്കിൾ ചെയ്യുക, അല്ലെ എല്ലാ ദിവസവും നീന്തുക, അല്ലെ എല്ലാ ദിവസവും ജോഗിങ്ങിന് പോവുക, ബ്രിസ്ക് വാക്കിങ്ങിന് പോവുക, അങ്ങനെ 150 മിനിറ്റ് പെർ വീക്ക് നമ്മൾ ചെയ്താൽ നമ്മുടെ ഫാറ്റി ലിവർ ഡിസീസിൻ്റെയും ലിവറിൽ ഫാറ്റ് അടിയുന്നതിൻ്റെ റിസ്ക്കും, അതായത് നമ്മൾ ക്രോണിക് ലിവർ ഡിസീസ്, ലിവർ കൊഴുപ്പ് മൂലം ലിവറിലുള്ള ഡാമേജ് ഉണ്ടാകുന്നതിൻ്റെ റിസ്ക്കൊക്കെ ഭയങ്കരമായിട്ട് കുറയും. ജസ്റ്റ് ഫിസിക്കൽ ആക്ടിവിറ്റി, വേറെ ഒന്നുമില്ല. 3 ഉറക്കം. ഇത് പറയാൻ എളുപ്പമാണ്, ചെയ്യാൻ ഭയങ്കര പാടാണ്. പക്ഷേ 7 മണിക്കൂർ ഉറക്കമുള്ളവരിൽ ഫാറ്റി ലിവറിൻ്റെ റിസ്ക് കുറയുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതൊരു വളരെ ഇമ്പോർട്ടൻറ്റ് ഒരു ജീവിതശൈലി നമുക്ക് വരുത്താവുന്ന ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ 4മത്തേതായിട്ട് വാക്സിനേഷൻസ് ആണ്. നേരത്തെ പറഞ്ഞ മാതിരി നമ്മൾക്ക് അറിയാവുന്ന ലിവറിന് രോഗം ഉണ്ടാക്കുന്ന ഇതിനൊക്കെ എന്തൊക്കെ വാക്സിൻസ് അതിനെതിരുണ്ടോ അത് എടുക്കുക എന്നുള്ളതാണ്. പിന്നെ 5മത് ആൽക്കഹോൾ യൂസ് ചെയ്യുന്നവർ അത് ലിമിറ്റ് ചെയ്ത് നിർത്താൻ ശ്രമിക്കുക. അപ്പം ഞാനത് നിർത്താൻ പെട്ടെന്ന് പറയുന്നില്ല, ബിക്കോസ് എല്ലാവർക്കും ഒരു ഇതുണ്ട്, ഒരു സോഷ്യൽ പല ആൽക്കഹോൾ കഴിക്കാൻ വേണ്ടി നമുക്ക് ഇഷ്ടംപോലെ കാരണങ്ങളുണ്ട്. പക്ഷെ നിർത്താൻ കാരണങ്ങളൊന്നുമില്ല. അതാണ് പ്രശ്നം ഇവിടെ വരുന്നത്. അപ്പം പരമാവധി ആൽക്കഹോൾ ലിമിറ്റ് ചെയ്ത് അങ്ങ് നിർത്തുക എന്നുള്ളതാണ്. ബിക്കോസ് ആൽക്കഹോൾ എന്താണെങ്കിലും നമ്മുടെ ലിവറിനെ എഫക്റ്റ് ചെയ്യുന്നതാണ്. അത് ചെറിയ ഡോസ് ആണെങ്കിലും വലിയ ഡോസ് ആണെങ്കിലും നമ്മുടെ ലിവറിന് താങ്ങാൻ പറ്റില്ല. വിഷമായ ധാരണ അത് പുറത്തിറക്കാൻ നോക്കുന്നതാണ്. അപ്പോൾ ആൽക്കഹോളാണ് നമ്പർ 5. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പം പുതിയതായിട്ട് പുതിയ പഠനങ്ങൾ പറയുന്നത് ഈ പറയുന്നതിൽ ഫെർമെൻറ്റഡ് ഫുഡ്സ്. നമ്മൾ നമ്മുടെ ഡയറ്റിൽ ഒരു എക്സ്ട്രീംസ് ഫോളോ ചെയ്യരുത്. അതായത് ഇപ്പം നമ്മുടെ റിലീജിയസ് അല്ലെ കൾച്ചറൽ കാരണങ്ങൾക്ക് നമ്മൾ വെജിറ്റേറിയനോ വീഗനോ എന്തോ ആയിക്കോ. പക്ഷേ അല്ലാതെ ഒരു യൂട്യൂബ് വീഡിയോയും കണ്ട് ഇൻസ്റ്റഗ്രാം വീഡിയോയും കണ്ട് ഈ ഡയറ്റാണ് ഞാൻ ലിവറിന് വേണ്ടി ഫോളോ ചെയ്യുന്നവർ അങ്ങനെ ഫോളോ ചെയ്യരുത്. എന്ന് വെച്ചാൽ നമ്മുടെ ബേസിക് ഹെൽത്താണ് നമ്മുടെ ലിവർ ഹെൽത്ത്. ലിവർ എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് സിസ്റ്റം അല്ല, നമ്മുടെ ബോഡിയിലുള്ള ഒരു അവയവമാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഈ ഫെർമെൻറ്റഡ് ഫുഡ്സിൻ്റെ അളവ് കൂട്ടണം എന്ന് പറയും. അപ്പം തൈര്, പിന്നെ ഈ ഫെർമെൻറ്റഡ് വെജിറ്റബിൾസ് ഉണ്ട്, ഫെർമെൻറ്റഡ് ക്യാബേജ്, ഫെർമെൻറ്റഡ് ആയിട്ടുള്ള ബാക്കിയുള്ള ക്യാരറ്റ്സ്, അങ്ങനത്തെ ഫെർമെൻറ്റഡ് വെജിറ്റബിൾസ്, അതിൻ്റെയൊക്കെ അളവ് എല്ലാ ദിവസവും നമ്മൾ കുറച്ച് ഫെർമെൻറ്റഡ് ഫുഡ്സ് നമ്മുടെ ഡയറ്റിൽ ആഡ് ചെയ്യണം. അതും ഈ പറഞ്ഞ കട്ടൻ കാപ്പി, പിന്നെ അവോയ്ഡൻസ് ഓഫ് ആൽക്കഹോൾ, പിന്നെ എക്സസൈസ് ആൻഡ് ഗുഡ് സ്ലീപ്പ്. ഇതാണ് ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ലിവർ ഹെൽത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ.